നമ്മയൊക്കെ സ്നേഹിക്കുന്നതിനേക്കാളും വല്ല മൃഗങ്ങളെയും സ്നേഹിച്ചാൽ അതൊരു നന്ദിയെങ്കിലും പ്രകടിപ്പിക്കും. ഈ ഡയലോഗ് എവിടെയെങ്കിലുമൊക്കെ നാം കേട്ടിരിക്കും. ഒരു തമാശയ്ക്ക് ചിരിച്ചു തള്ളാവുന്ന ഒരു ഡയലോഗല്ല ഇത്. സത്യത്തിൽ മനുഷ്യരെക്കാൾ കളങ്കമില്ലാതെ സ്നേഹിക്കാൻ മൃഗങ്ങൾക്ക് സാധിക്കാറുണ്ട്. ഈ കഥ നടക്കുന്നത് ബ്രസീലിലാണ്. ഏകദേശം 8 വർഷങ്ങൾക്ക് മുൻപ് ബ്രസീലിലെ ഇൽഹ ഗ്രാൻഡയിലെ കടൽ തീരത്ത് വെച്ച് ജോവാവോ പെരേര ഡിസൂസ എന്ന മീൻപിടുത്തക്കാരനെ ഒരു പെൻഗ്വിനെ കിട്ടി. എണ്ണയിൽ കുതിർന്ന് ചിറകുകൾ ഒട്ടിപ്പിടിച്ച് അവശനായി കിടക്കുകയായിരുന്നു പാവം പെൻഗ്വിൻ. അയാൾ ആ പെൻഗ്വിനെ പരിചരിച്ചു. ഡിൻഡിം എന്ന് പേരുമിട്ടു. പഴയ പോലെ മിടുക്കനായപ്പോൾ പെരേര അവനെ കടലിലേക്ക് വിട്ടു. എന്നാൽ ഡിൻഡിം പോകാൻ കൂട്ടാക്കിയില്ല. അവൻ മാസങ്ങളോളം പെരേരയ്ക്കൊപ്പം കഴിഞ്ഞു. പിന്നീടാണ് കടലിലേക്ക് മടങ്ങിയത്. മാസങ്ങൾക്ക് ശേഷം പെരേരയെ കാണാൻ ആ പഴയ അതിഥിയെത്തി. പെരേരയെ കണ്ട ഡിൻഡിം കൊക്കുരുമി ചിറകടിച്ച് സ്നേഹം പ്രകടിപ്പിച്ചു. വർഷങ്ങളോളം ഡിൻഡിം ഈ പതിവ് തുടർന്നു. ഏകദേശം 5000 മൈലുകൾ താണ്ടിയായിരുന്നു ഡിൻഡിം പെരേരയെ കാണാൻ എത്തിയിരുന്നത്. മാത്രമല്ല, മാസങ്ങളോളം തന്റെ സ്നേഹിതനോടൊപ്പം ചെലവഴിച്ചാണ് ഡിൻഡിം തിരിച്ചുപോയിരുന്നത്. നിസ്വാർത്ഥ സ്നേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ നിബന്ധനകളില്ല, ആവശ്യങ്ങളില്ല, ആഗ്രഹങ്ങളില്ല. ഡിൻഡിമിനെ മാതൃകയാക്കാൻ നമുക്ക് ഇനിയും വൈകേണ്ടതുണ്ടോ? നൽകാൻ കഴിയുന്ന ഒരു പുഞ്ചിരിയാണെങ്കിലും നിസ്വാർത്ഥമായി അത് നൽകാൻ നമുക്കും കഴിയട്ടെ. ശുഭദിനം.